അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ റഹ്മത്തുള്ള കാസിമി ഒരു വിവാദം വലിച്ചിടുകയും അതിന് പാഴൂരിൽ വെച്ച് തന്നെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പരിപാടി വെച്ചുകൊണ്ട് കുറച്ച് ഒരു ഹുദവി ക്ലിപ്പ് സഹിതം മറുപടി പറയുകയൊക്കെ ചെയ്തു. അദ്ദേഹം റഹ്മത്തുള്ള കാസിമി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടൊക്കെ ഉണ്ട്. എന്നാൽ അതോടുകൂടെ തീർന്നെന്ന് വിചാരിക്കുക, എന്നാൽ തീർന്നോ ഇല്ല. എന്നിട്ടും അയാൾ എന്താ ചെയ്യണത്, റഹ്മത്തുള്ള കാസിമി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ഇനി പുതിയ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുക. മൂപ്പർ പറഞ്ഞ വാദം അത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇനിയും ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ബുഖാരി ഇമാമിന് തെറ്റ് പറ്റുമോ ഇല്ല, മറ്റുള്ളവർക്ക് തെറ്റ് പറ്റുമോ, ആദ്യം തെറ്റ് പറ്റുമെന്ന് പറഞ്ഞ് പിന്നെന്താണ് അദ്ദേഹത്തിന് പറഞ്ഞത് സ്കെലിതാണെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി തോപ ചെയ്തു. പിന്നെ ഇപ്പോഴും എന്ത് ചെയ്യുക, അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് ഇപ്പം ദാറുൽ ഹുദയെന്ന് ഇറക്കിയ ഒരു ലേഖനം എടുത്ത് വായിച്ചു കണ്ട് പിന്നെ അതിനെ ന്യായീകരിക്കുക. എന്താല്ലേ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഗവേഷണത്തിൻ്റെ കാലം കഴിഞ്ഞു പോയി എന്ന് പഴയ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഗവേഷണം പറ്റുമെന്ന് പറയുന്ന ആധുനിക പണ്ഡിതന്മാരോട് യോജിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോ ഗവേഷണം ചെയ്യാൻ തിരിഞ്ഞതാണ് ഇവിടെയുള്ള മറ്റുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്കൊക്കെ പറ്റിയത് എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ടോ? അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞില്ലേ, 40ഓളം ഹദീസുകൾ സഹീഹ് ബുഖാരിയിൽ നിന്ന് ഞാൻ ലൈഫാക്കി, എന്നിട്ട് എനിക്കെന്തെങ്കിലും പറ്റിയണമെന്ന് ചോദിച്ചില്ലേ. എന്നതുപോലെ ലൈഫാക്കുക, സഹിയാക്കുക, ലൈഫാക്കുക, എന്നിട്ട് എന്താണ് തൗബ ചെയ്യുക, അല്ലെങ്കിൽ സ്കലിതങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എന്ത് ചെയ്യുക, സ്കലിതങ്ങളാണ്, മാപ്പാക്കണം, ക്ഷമിക്കണം എന്നൊക്കെ പറയാം. എന്നാലും ഇതൊക്കെ ഈ കേരള ജനത സഹിക്കണം എന്ന് വെച്ചാൽ, നിങ്ങളാൽ ആലോചിച്ച് നോക്കി ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് ഇവിടെ വലിയ ഖുർആൻ പണ്ഡിതനാണ് എന്ന് പറഞ്ഞ് കൊണ്ടുനടന്ന ആൾക്കാരൊക്കെ ഉണ്ടേനു ഇവിടെ. ഖുർആൻ പ്രഭാഷകൻ, ഖുർആൻ പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞ് ആ ഒറ്റ അടിക്കാണ്ടാണ് അവരെടുത്ത് ആത്തിന്. അതോടുകൂടിയാണ് സ്വന്തം മൂപ്പര് ഉയർന്ന് പിന്നെ സ്വന്തം ഗവേഷണം ചെയ്ത് പിന്നെ വഹാബീസത്തിനെ പറ്റി കുറേ പ്രസംഗിച്ചപ്പം അന്ന് അത് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ വാങ്ങിക്കോട്ടെ വേറെ സംഗതിയാണ്. എന്തരം റസൂലുള്ളാഹിൻ്റെ വീട്, ജനിച്ച വീട്, വഹി ഇറങ്ങിയ വീട് കക്കൂസാക്കിയെന്ന് ഞാൻ പറഞ്ഞപ്പം എന്നെ അനുകൂലിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ പ്രസംഗിക്കാൻ വന്നില്ലാന്ന്. എത്രയോ ആൾക്കാർ മൂപ്പരെ അനുകൂലിച്ചിട്ടുണ്ട്. അല്ലാതെ സമസ്തൻ ഒന്നായിട്ട് വന്നുകൊണ്ട് നിങ്ങളെ പറഞ്ഞതിനെ അനുകൂലിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ സമസ്തൻ്റെ കണ്ണിൽ നിങ്ങളൊക്കെ ഒരു പഠിതാവല്ലേ, ഒരു വിദ്യാർത്ഥിയല്ലേ. അപ്പം ഒരു വിദ്യാർത്ഥി പറഞ്ഞതിൻ്റെ പിന്നാലെ സമസ്ത കൂടേണ്ട ആവശ്യമുണ്ടോ? വഹാബിസം ഇവിടെ എങ്ങനെ വളർന്നത് എന്നൊക്കെ അതിൻ്റെ മുമ്പ് എത്രയോ ലേഖനങ്ങൾ, ഗണ്ണനങ്ങൾ എഴുതിയ ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട മൗലാന നജീബ് ഉസ്താദ് വഹാബിസം എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ഈ പ്രസംഗിക്കുന്നതിന് എത്രയോ മുമ്പ് മൂപ്പര് ബുക്ക് എഴുതിയിട്ടും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ. പക്ഷേ അദ്ദേഹം ഒറ്റപ്പെട്ട ശബ്ദമായതുകൊണ്ട് ഇത് മൂപ്പര് പ്രസംഗിച്ചിട്ടുണ്ട് ഇതിലും നന്നായിട്ട് വഹാബിസത്തിനെ പറ്റി. മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് അടിച്ചു കൊടുത്താൽ ഇപ്പോൾ യൂട്യൂബിൽ കാണും. എത്രയോ മുമ്പുള്ള, അതൊന്നും പുറം ലോകം കാണാത്ത എന്താണ്, അത് ആളില്ലാത്ത സംഘടന, കുറഞ്ഞ സംഘടന, അത് കേൾക്കരുത് പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാർ ചിലർ വിലക്കി. ഇതാണ് ഇത് തന്നെയാണ് കിബർ. ഇങ്ങനത്തെ ഒരു കിബറിൽ ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ഈ വലിയ മഹാന്മാരെ, പണ്ഡിതന്മാരെ നിസാരപ്പെടുത്തിയതിൻ്റെ കുരുത്തക്കേട് എന്നോണമായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും മൂപ്പര് അടങ്ങിയാൽ, റഹ്മത്തുള്ള കാസിമി അടങ്ങാൻ വെച്ചാലും മൂപ്പര് വാത് പറയണ്ടെന്നോ, മൂപ്പര് ഉപദേശിക്കേണ്ടെന്നോ, മൂപ്പര് നല്ല ഈ വലിയൊരു കോളേജ് നടത്തുന്ന ആളൊക്കെ ആണല്ലോ, ദാറുൽ ഖൈറോ ഖുർആൻ കോളേജൊക്കെ നടത്തുന്ന ആളല്ലോ. അപ്പം മൂപ്പര് ദാവത്തായിട്ട് നടക്കുന്നതോട് കൂടെ തന്നെ സ്വന്തം ഗവേഷണം ചെയ്തിട്ട് മഹാന്മാരെ, പണ്ഡിതന്മാരും ഇമാമിങ്ങളും മഹത്തുക്കളും ഇത്തിഫാക്കായി ഇജ്മാഉള്ള കാര്യങ്ങൾക്ക് നേരെ സ്വന്തം ഗവേഷണം ചെയ്ത് കണ്ട് വഹാബികൾ ചെയ്യും പോലെ ഗവേഷണം ചെയ്യാൻ തിരിഞ്ഞാൽ അവനാ നാറും എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മൂപ്പരെ വിമർശിക്കാൻ മാത്രം അറിവുള്ള ആളോ ഒന്നും അല്ല, എന്നാലും പൊതുജനങ്ങൾ ഇത് മനസ്സിലാക്കുകയാണ്. മൂപ്പരെ സ്വഭാവം, ശൈലി എന്തൊക്കെയാണ്. മൂപ്പര് മുമ്പോടെ വഹാബീസത്തിനെ, ഇപ്പം വഹാബീസത്തിനെ എതിർക്കുന്ന ആൾ മൂപ്പരെ പ്രസംഗം കൊണ്ട് എത്ര വഹാബീസത്തിൻ്റെ ഈ ലീഗിലൂടെ എന്താണ് മൂപ്പരുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അന്നൊക്കെ ഈ വഹാബീസത്തിനെ അനുകൂലിച്ച് പറഞ്ഞ എത്ര പ്രസംഗങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ സ്കലിതങ്ങളായില്ലേ, മാറിയില്ലേ. ഈ കള്ളത്തെരീക്കത്ത്, കുരുവട്ടൂർ തെരീക്കത്തുകാരെ പോലെ തന്നെ ആയി അധപ്പതിക്കരുത് എന്നാണ് നമുക്കൊക്കെ പറയാനുള്ളത്. ഏതായാലും അദ്ദേഹത്തെ നമ്മളൊക്കെ ഈ സത്യത്തിലായിട്ട് അടിയുറച്ച് വിശ്വസിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്നും
മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം അത് ഈ പുലരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.